അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിന് എത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആരും രക്ഷണമുണ്ടെന്നില്ലല്ലോ. കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും. ഇതിന് മാത്രം ഗർഭിണികൾ എവിടാ? കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികൾക്കാണ് എന്ന് അതിനെ ഇവിടെ അധികമാരും അപലപിച്ച് കണ്ടില്ല ഷാക്കിർ. അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല. പകരം അന്ന് ചെയ്തിരുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരെ ഓർക്കാപ്പുറത്ത് കഴിഞ്ഞ ഒക്ടോബർ 7 അടിച്ചപ്പോൾ ഇവിടെ എന്തായിരുന്നു ആഘോഷം? മീഡിയ വണ്ണിൽ ലഡു വിതരണം നടത്തിയില്ലേ? എന്നിട്ട് ഇപ്പം തിരിച്ച് അടി കിട്ടിയപ്പോഴല്ലേ കരച്ചിൽ തുടങ്ങിയത്. ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ അല്ലല്ല, ഒരു സെക്കൻഡ് പലസ്തീൻകാരുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് നമ്മളാരും പഠിക്കുന്നില്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അവിടെ നിങ്ങൾ ഈ നാറിയ ചരിത്രം, പാലസ്തീന്റെ ചരിത്രം ഒന്നും പഠിച്ച് നിങ്ങളുടെ ആയുസ് കളയരുത്. ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അമ്മ അച്ഛനുണ്ടോ പാലസ്തീനിൽ? ഈ പാലസ്തീന്റെ ചരിത്രം പഠിച്ച് നമ്മുടെ ആൾക്കാരെ എന്തിനാ സമയം കളയുന്നത്? നമുക്കൊരു റോളും ഇല്ല അവിടെ. ചുമ്മാതിരുന്നവന്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ 7 ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിലപിക്കുന്നു എന്നാണ്. ഞാൻ വഴങ്ങുന്നില്ല. ഇസ്രായേലിന്റെ ജയം മനുഷ്യരാശിയുടെ ജയമായിരിക്കും. അതെന്താ നിങ്ങൾ കാണാത്ത? ഏതെങ്കിലും പലസ്തീനികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയോ? അതായത് ഒഫൻസും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് താങ്കൾക്കറിയോ? എത്ര പേരാണ് ഹമാസ്, ബോക്കോ ഹറാം, അൽ ഖൈദ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, പോപ്പുലർ ഫ്രണ്ട്, ഹൂത്തി. അപ്പോൾ അപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറല്ല. ഇസ്രായേലിന് ജൂതന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ? ആ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി അത് ലംഘിച്ചു എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ ഉൾപ്പെടെ ബോംബിട്ട് 300 ആളുകളെ കൊലപ്പെടുത്തിയത് നമ്മൾ മെനിയാന്ന് കണ്ടു. അവിടെ കുട്ടികള്, വൃദ്ധര്, ഗർഭിണികള്. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയാള് പറഞ്ഞത് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തുന്ന ടീം. ഇവരാണ് ഈ നമ്മളെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ. നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ടീം. എന്താ നിങ്ങൾക്കാർക്കും മനസാക്ഷി? 2023 ഒക്ടോബർ 7 സംഭവത്തെ നിങ്ങൾ അപലപിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 അവിടെ ഇസ്രായേലിൽ പറയുന്നില്ല. അങ്ങനെ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ ഹമാസ് പലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും ഈ ഉപകാരം അല്ലാതെ അവരെ വേണ്ട എന്ന് പലസ്തീൻകാർ പറയുകയാണ്. അതാണല്ലോ ആ പ്രകടനം നടക്കാൻ കാരണം. അല്ല മഞ്ജുഷേ, നമ്മളിത് മഞ്ജുഷ പറയല്ലേ, നമ്മളെ അഭിപ്രായം നമ്മൾ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ പറയരുത്. ഉരുണ്ട് കളിക്കാൻ നോക്കിയാ നിന്റെ കൈ രണ്ടും തല്ലി ചതയ്ക്കും. നമ്മൾ അഭിപ്രായം കൃത്യമാണ്. നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തിനൊരു ഒരു വിദേശകാര്യ നിലപാട് ഇക്കാര്യത്തിലുണ്ട്, പലസ്തീൻ കാര്യത്തിലുണ്ട്. ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം. കേരളം നമ്മുടെ ദേശീയ നിലപാടിനൊപ്പമാണ്. ലീഗും കോൺഗ്രസും UDF നിങ്ങൾ പറഞ്ഞ എല്ലാവരും മനുഷ്യത്വമുള്ളവരെല്ലാവരും. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിന് എത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആരും രക്ഷണമുണ്ടെന്നില്ലല്ലോ. എനിക്ക് ഇത്തിരി കണ്ണുണ്ട്. എനിക്ക് പിന്നെ കണ്ണില്ലാണ്ടിരിക്കോ? കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രീജിത്തിന്റെ ഒരു പോസ്റ്റ് FBയിൽ കാണാനിടയായി. അദ്ദേഹത്തിന്റെ പരാമർശമൊക്കെ സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പരാമർശം സത്യത്തിൽ വളരെ വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ ആക്രമണത്തെ എന്താ പറയാ ന്യായീകരിക്കുന്ന തരത്തിലൊക്കെ പോസ്റ്റ് ഇടുമ്പോ സത്യത്തിൽ നമുക്ക് തോന്നും അത് കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും. മിണ്ടി പോകരുത്, കുറെ നേരായിട്ടോ സഹിക്കാം. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ഇതിന് മാത്രം ഗർഭിണികൾ എവിടാ? ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ ഇത്ര ക്രൂരമായി ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി കൊലപ്പെടുത്തുമ്പോ ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക ആ രാജ്യം കുട്ടിച്ചോറാക്കുമ്പോ, നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞല്ലോ 70% ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ അവിടെ നാമാവശേഷമായി. അതുണ്ടല്ലോ കുഞ്ഞുമക്ക, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. പക്ഷെ അത് അപലപിക്കേണ്ട കാര്യമാണ്. അത് മനുഷ്യത്വമുള്ള എല്ലാവരും അപലപിക്കുകയും ചെയ്യും, അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാക്കിർ. പക്ഷേ ഇതിന് കാരണക്കാരായി ഇപ്പോൾ പലസ്തീൻ ജനത, ഗാസയിലെ പലസ്തീൻ ജനത കാണുന്നത് ഹമാസിനെയാണ്. എന്താ പെട്ടെന്ന് തീവ്രവാദത്തിനോട് ഒരു പുജ്ഞം? പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയത്. ഹമാസ് ഔട്ട് എന്ന് അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ഇത് തുടരാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം, യുദ്ധമല്ല വേണ്ടതെന്ന്. അപ്പോൾ അപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറല്ല. അതെങ്ങനെ?
ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? ശരി ഷാക്കിർ, ശ്രീ ശ്രീത് പണിക്കർ മറുപടി. ഹമാസിനെ തള്ളിപ്പറയുമ്പോൾ ഹമാസിനെ തള്ളിപ്പറയുമ്പോൾ പലസ്തീൻകാരുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് നമ്മൾ ആരും പഠിക്കുന്നില്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അവിടെ നിങ്ങൾ ഈ നാറിയ ചരിത്രം, പാലസ്തീന്റെ ചരിത്രം ഒന്നും പഠിച്ച് നിങ്ങളെ ആയുസ് കളയരുത്. എന്ത് കാര്യത്തിനാണിത്? ലോകത്ത് ഒരുപാട് ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ചരിത്രം പഠിച്ചിട്ട് നമുക്ക് എന്ത് വേണം? ശരിയാണല്ലോ. അയ്യോ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ അച്ഛനുണ്ടോ പാലസ്തീനില്? ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? പാലസ്തീന് കേരളം ഒന്നും പറഞ്ഞ സ്ഥലം ഉണ്ടെന്നറിയാമോ? ഇതാണ് സ്ഥിതി. വെറുതെ ഇല്ലാത്ത കാര്യത്തിൽ തലവെച്ച് സമയവും കളയരുത്, നമ്മുടെ ഊർജവും കളയരുത്. കാര്യമില്ല, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. നിവൃത്തികേട് കൊണ്ട് ഞാനൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, തന്റെ അപ്പൂപ്പന്റെ പേരെന്താ? പേര് പറഞ്ഞു. അപ്പൂപ്പന്റെ അച്ഛന്റെ പേരെന്താ? അതറിയാൻ മേലെ സാർ. ഞാൻ പറഞ്ഞു, ആദ്യം ആ ചരിത്രം പഠിക്ക്. ഈ പാലസ്തീന്റെ ചരിത്രം പഠിച്ച് നമ്മുടെ ആൾക്കാരെ എന്തിനാ സമയം കളയുന്നത്? നമുക്കൊരു റോളും ഇല്ല അവിടെ. പലസ്തീൻ ജനത ഗാസയിൽ ഹമാസിനെതിരെ പ്രകടനം നടത്തുമ്പോഴും ഹമാസിനെ മാത്രം നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് ഷാക്കിറിന്റെ ചോദ്യം. അതിനുള്ള മറുപടി. മനസ്സിലായി. അത് കൂടാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് കൂടി പറഞ്ഞിരുന്നു. ആ പോസ്റ്റ് അദ്ദേഹം മൊത്തത്തിൽ വായിച്ചോ അതോ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ അദ്ദേഹം വായിച്ചത് എന്ന് എനിക്കറിയില്ല. ഞാനതിൽ പറഞ്ഞിരിക്കുന്നത്, ചുമ്മാതിരുന്നവന്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ 7-ന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിലപിക്കുന്നു എന്നാണ്. കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട്. അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികൾക്കാണ് എന്ന്. അതിനെ ഇവിടെ അധികമാരും അപലപിച്ച് കണ്ടില്ല ഷാക്കിർ. അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല. പകരം അന്ന് ചെയ്തിരുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സെക്കൻഡ്, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതെ കേട്ടല്ലോ. അല്ലല്ല, ഒരു സെക്കൻഡ്. ഇല്ല, ഞാൻ സംസാരിച്ചിട്ട് അങ്ങ് പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്ന. ഞാൻ വഴങ്ങുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇസ്രായേലിനെ എതിർക്കുന്ന, ഹമാസിന്റെ ആക്രമണത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ചെസ്റ്റംപിംഗ് നടത്തിയിരുന്ന വാക്യം എന്താണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അത് ഓർമ്മയില്ലെങ്കിൽ ഞാനത് പറയാം. നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം എന്ന് പേര് കേട്ട, സ്വന്തമായിട്ട് ഇസ്രായേൽ പറയുന്ന അയൺ ഡോമിനെ ദാ ഇവിടെ ഹമാസ് ഭേദിച്ചേ, നൂറുകണക്കിന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്റ്റംപിംഗ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോഴൊന്നും അപ്പുറത്തെ സ്ഥലത്ത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇതേപോലെ കൊലയ്ക്ക് കാരണമായിരുന്ന സമയത്ത് അതിനെപ്പറ്റി അധികമാരും വിലപിച്ച് കണ്ടില്ല. അവരെ ഓർക്കാപ്പുറത്ത് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അടിച്ചപ്പോൾ ഇവിടെ എന്തായിരുന്നു ആഘോഷം? മീഡിയ വണ്ണിൽ ലഡു വിതരണം നടത്തിയില്ല. ഇതൊക്കെ ചെയ്തതാണല്ലോ. എന്നിട്ട് ഇപ്പം തിരിച്ചടി കിട്ടിയപ്പോഴല്ലേ കരച്ചിൽ തുടങ്ങിയത്. പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ UN ചാർട്ടർ അനുസരിച്ച് ഏതൊരു സോവറിൻ രാജ്യത്തിൻ്റെയും ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിൻ്റെയും ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ബ്രീച്ച് ചെയ്തിട്ട് ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് UN തന്നെ അംഗീകരിക്കുന്നതാണ്. പിന്നെ അത് പ്രൊപ്പോർഷനേറ്റ് ആണോ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണോ, അവർ കൊടുത്തിരിക്കുന്ന അളവിൽ തന്നെയാണോ തിരിച്ചു കൊല്ലേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് ഇസ്രായേൽ ആൻസറബിൾ ആയിട്ടുള്ളത് അവരുടെ ജനതയോട് മാത്രമാണ്. ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ റോയിച്ച. നിന്നോട് പറയാ, നീ ആരെയും അപ്പന. അല്ലാതെ അമേരിക്കയോ ഇന്ത്യയോ പിന്നെ ഹമാസുകാരോ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരോ പറയുന്ന കണക്കിനനുസരിച്ച് ആനുപാതികമായിട്ട് അവരത് നിർത്തിക്കൊള്ളണമെന്നില്ല. ചുരുക്കി പറഞ്ഞ തടിയും കേടായി ഭാവിയും വടിയായി. നമ്മൾ ഈ പറയുന്നത് സമാധാന ചർച്ചയെ പറ്റിയല്ല, യുദ്ധത്തിനെ പറ്റിയാണ്. യുദ്ധത്തിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ അത് യുദ്ധത്തിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് എല്ലായ്പ്പോഴും മാറിയിട്ടുണ്ട്. ഹമാസ് പോലും ഇതേ പലസ്തീൻ ജനതയെ ഷീൽഡായിട്ട് വെക്കുകയാണല്ലോ, ഗാസ ജനതയെ ഷീൽഡായിട്ട് വെക്കുകയാണല്ലോ. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ പറയാം. ശ്രീ ഷാക്കിർ വീണ്ടും മറന്നുപോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു റാലി ഇവിടെ ഉണ്ടായിരുന്നു. ആ റാലിയിൽ പങ്കെടുത്ത് എന്താണ് ഹമാസ് എന്ന് ശരിയായ രീതിയിൽ പറയുകയും 4 വട്ടം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് തൻ്റെ തന്നെ അന്താരാഷ്ട്ര പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്ത ഒരു MP ഉണ്ട്, കോൺഗ്രസിന്റെ MP, പേര് ശശി തരൂർ എന്നാണ്. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? അറിയട്ടെ, അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ? അദ്ദേഹം പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ലീഗുകാരെ വിമർശിച്ചു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം സംസാരിച്ച 2 ലീഗിന്റെ ആൾക്കാർ, ഒന്ന് അബ്ദുസമദ് സമദാനി MP ആണ്, മറ്റൊന്ന് ശ്രീ MK മുനീർ MLA ആണ്. ഈ 2 പേരും എന്താ ചെയ്തത്?
ഹമാസിനെ കുറിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞിരുന്ന പരാമർശത്തിനെ തിരുത്തി. പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നെ. അധിനിവേശത്തിനെതിരായ സ്വാതന്ത്ര്യ സമരമാണ് പാലസ്തീനികളുടേത് എന്നാണ് അബ്ദുൽ സമദ് സമദാനി പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ ഇനി വിളമ്പിയ ഞാൻ നിങ്ങളെ കൊല്ലും നോക്കി. ആ പൽപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. പ്രതിരോധം എന്നത് ഒരിക്കലും ഭീകരവാദമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് MK മുനീർ പറഞ്ഞത്. അപ്പൊ ഹമാസിനെ ആരും അംഗീകരിച്ചില്ലേ? ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ റാലിയിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ തിരുത്താനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. താങ്കൾ ഇപ്പം പറഞ്ഞല്ലോ, ഈ ദിവസം ആശുപത്രിയിൽ ആക്രമിച്ചു. ആശുപത്രിയിൽ ആക്രമിച്ച് വധിച്ചിരിക്കുന്ന ആളിന്റെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് താങ്കൾ കണ്ടില്ലേ? ആശുപത്രിയിൽ ആക്രമിച്ച് അതിൽ വധിച്ചിരിക്കുന്ന ആള് ഇസ്രായേലിന്റെ നാസർ ആശുപത്രിയിൽ ബോംബിട്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ബഹ്റൂം, അദ്ദേഹത്തിനെയാണ് കൊന്നിരിക്കുന്നത്. ഇസ്മയിൽ ബഹ്റൂം. ഇയാളൊക്കെ എന്ത് ചെയ്യുക? ഇയാള് പിന്നെ കാലയിൽ മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ല. ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നേ. നേരിട്ട് ഫൈറ്റ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഒളിപ്പോരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ചെയ്യണം. അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. ആ മാർഗമില്ലാതാക്കിയതാരാണ്? വെറുതെ ഇരിക്കുന്നവന്റെ മൂട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ണാമ്പ് തേച്ചിരിക്കുന്നത് ആരാണോ അവരാണ്. അതായത് ശ്രീജിത്ത്, നിങ്ങളോട് ചോദിച്ചു ചോദിക്കട്ടെ, ഈ പിന്നെ ഇസ്രായേൽ രാജ്യത്ത് പോയിട്ട് അതിനകത്ത് പോയി, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ അവര് പിന്നെ കരുതി വെച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി ഫലസ്തീനികൾ ഈ 49 കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. രണ്ട് കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ പലസ്തീന്റെ കൈവശമുണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സ്ഥലത്തേക്ക് അധിനിവേശം നടത്തി അത് പിടിച്ചടക്കി അവിടെ പോയി കുഴപ്പമുണ്ടാക്കുന്ന ഇസ്രായേലല്ലേ? അതെന്താ നിങ്ങൾ കാണാത്ത? ഏതെങ്കിലും പലസ്തീനികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയോ? ഒരു പുണ്യാളച്ചൻ. അതെന്താണ് നിങ്ങൾ കണക്കിലെടുക്കാത്തത്? ഒരു ഉദാഹരണം പറയും. ഇസ്രായേലിലേക്ക്, ഇസ്രായേലിന്റെ കൈവശപ്പെടുത്തിയ രാജ്യത്തിലേക്ക് പലസ്തീനോ പലസ്തീന്റെ സൈന്യമോ കയറി കൂടിയിട്ടുണ്ടോ? എന്നാൽ തിരിച്ചിങ്ങോട്ട് കയറുന്നതിന് നമ്മൾ എന്താ പറയാറ്? പ്രതിരോധം എന്നല്ലേ പറയേണ്ടത്? അത് സെൽഫ് പ്രൊട്ടക്ഷൻ. നാട്ടിൽ ബോംബ് വെക്കുന്നതാണോ നിന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ? ഇനി ഞാൻ മറുപടി പറയട്ടെ. സൈന്യം കയറണ്ട. പ്രതിരോധം എവിടെയാണെന്നറിയോ? എന്തുകൊണ്ടാണ് പ്രതിരോധം? എങ്ങനെയാണ് പ്രതിരോധവും ഡിഫൻസും അറ്റാക്കും, അതായത് ഒഫൻസും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് താങ്കൾക്കറിയോ? എനിക്കതറിയില്ല. ഡിഫൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവനവന്റെ പ്രവിശ്യയിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതാണ്. അതായത് നമ്മുടെ നേവി പോലെയുള്ള, നമ്മുടെ കരസേന പോലെയുള്ള കാര്യങ്ങളാണ് ഡിഫൻസിന് ഉപയോഗിക്കുന്നത്. എയർ ഒഫൻസ് എന്നാണ് പറയുക. കാരണം ഈ എയർ അറ്റാക്ക് എന്ന് പറയുന്നത് അവനവന്റെ സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്തേക്കാണ്. മനസ്സിലായേ? അതൊരു വലിയ, ഞാൻ പറയട്ടെ, മാനവികതക്കെതിരായ ഒരു ക്രൈമല്ലേ? ഒരു ക്രൈമും ഇല്ല. ബിക്കോസ് ഇപ്പോഴും ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ട്. ഒരു രാജ്യം പറയണമല്ലോ, എടാ ആ 130 പേരെ ആദ്യം വിട്ടുകൊടുക്കുക. നെതന്യാഹു പറഞ്ഞു, ഇതിന് കണക്കില്ലേ? ഇതാരും ചോദിക്കാത്തത് എന്താ? പ്രശ്നം. നെതന്യാഹു പറഞ്ഞു, ഒക്ടോബർ 8-ാം തീയതി ഞങ്ങൾ ഹമാസിനെ തിരിച്ചടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ അടി വന്നു? യമനിൽ നിന്ന് ഹൂത്തികൾ ഞങ്ങളെ ആക്രമിച്ചു. എന്തിന്? ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. രക്തബന്ധം. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങളെ ആക്രമിച്ചു. ഒരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. ഇസ്രയേലിന്റെ ജയം മനുഷ്യരാശിയുടെ ജയമായിരിക്കും. നോക്കിക്കോളൂ. someone has to call this bluff. എത്ര പേരാണ് ഹമാസ്, ബോക്കോ ഹറാം, അൽ ഖൈദ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, പോപ്പുലർ ഫ്രണ്ട്, ഹൂത്തി, എത്ര സംഘടനകളാണ് ഇവർക്ക്? ഇത് ഒരുപാടുണ്ടല്ലോടാ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല. എന്നിട്ട് നീയൊക്കെ തീവ്രവാദം നടത്തുവല്ലടാ. ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും 48 ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ട്. ആർക്കും ഇവരെ തിരിച്ചു വേണ്ടേ? ഇവരുടെ ജീവന് വിലയില്ലേ? എല്ലാവരും പാലസ്തീന് സിന്ദാബാദ് വിളിക്കുന്നത്. ഇവിടത്തെ മീഡിയ മണ്ടന്മാർക്ക് എന്നും കൊതിയുള്ള ഒരു ഐറ്റമാണത്. ഇസ്രായേലിന്, ജൂതന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടോ?